നമ്മളെല്ലാവരുടെയും കയ്യിലുള്ള ഒരേ ഒരു ഐറ്റം പേപ്പർ മാത്രം യൂസ് ചെയ്ത് വിത്തിൻ 5 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബുക്ക് മാർക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക. എൻ്റെ കയ്യിൽ സ്റ്റിക്കി നോട്ട്സ് ആണുള്ളത്. നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പറോ A4 ഷീറ്റോ എന്തോ ആയിക്കോട്ടെ അതെടുക്കുക. ബട്ട് അധികം കട്ടിയുള്ള പേപ്പർ എടുക്കാതിരിക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. അതിന് ശേഷം ഏത് പേപ്പറാണെങ്കിലും അത് സ്ക്വയർ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള സ്റ്റിക്കി നോട്ട്സിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. സോ നിങ്ങൾക്ക് 7 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എത്ര മെഷർമെൻറ്റ് വേണം എടുക്കാം, നോ ഇഷ്യൂസ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ എടുത്തിട്ട് അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ക്വയർ ഷേപ്പിലുള്ള നമ്മുടെ പേപ്പർ കറക്റ്റ് ഡയഗണൽ ഷേപ്പിലേക്ക്, 2 സൈഡിലും ഡയഗണൽ ഷേപ്പിലേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് അതേപോലെ എടുക്കുക. ബിക്കോസ് നമുക്ക് ആ ഫോൾഡിങ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം പിന്നെ സ്ക്വയർ ഷേപ്പ് എന്നുള്ളത് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് മടക്കി റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുക. എല്ലാത്തിൻ്റെയും ഫോൾഡിങ്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചതേപോലെ എടുക്കുന്നു. ബിക്കോസ് നമുക്ക് ആ ഫോൾഡിങ്സിൻ്റെ ആ മാർക്കിങ്സ് ആണ് വേണ്ടത്. അതിനുശേഷം ഡയഗണൽ ഷേപ്പിന് ഇന്നർ പോർഷനിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം കുഞ്ഞൊരു സ്ക്വയർ ആക്കണം. അതിനുശേഷം വീഡിയോയിൽ കണ്ടതുപോലെ 1 സൈഡിലുള്ള ഭാഗം ബാക്കോട്ട് ഫോൾഡ് ചെയ്ത് അങ്ങനെ വെക്കുക. അതിനുശേഷം ഇപ്പോൾ കാണിക്കുന്നത് പോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്യുക. എവറി ഫോൾഡിങ്സ് ഇൻ ദിസ് വീഡിയോ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇതിന് നമുക്ക് ലാസ്റ്റ് പെറ്റൽസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ കാണിച്ചത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഓരോ പെറ്റൽസിൻ്റെ എഡ്ജ് ഭാഗം ശ്രദ്ധിച്ചോ, അവിടെ നിന്നൊരു ഡയഗണൽ ഷേപ്പിലേക്ക് പോകുന്നത് കാണാം. അപ്പം അതിങ്ങനെ കറക്റ്റ് വെക്കുന്ന ആ ഡയഗണലിൻ്റെ തൊട്ടടുത്തായിട്ട് വേണം ആ ഫോൾഡ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിലേക്ക് നമ്മുടെ പെറ്റൽസ് കിട്ടുള്ളൂ. അതിനുശേഷം ആ എഡ്ജ് ഭാഗത്ത് കൂർത്തിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഫ്ലവർ പെറ്റൽസ് രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്, ഫ്ലവർ ഷേപ്പിലുള്ളത്. വീഡിയോ യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും.